ബോസ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ദേ കണ്ടില്ലേ എന്താ എഴുതിയിരിക്കുന്നതെന്ന്? അഡ്വാൻസ് ചാരിയറ്റ് റേസ്. ചാരിയറ്റിന്റെ മുന്നിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചാ പോരെ? ഇത് എങ്ങനത്തെ റേസ് ആണ്? നമുക്ക് റേസിൽ മത്സരിക്കാം. ചാരിയറ്റിൽ കുതിരനെ കെട്ടാം. പൈസ സമ്പാദിക്കാനുള്ള ഐഡിയ മാത്രം നോക്കടാ. എന്നാ കവിത പറഞ്ഞ എന്നെ പുകഴ്ത്തിയതൊക്കെ മതി. ഇപ്പോൾ എങ്ങനെ ഞാൻ ഐഡിയ ഉണ്ടാക്കി പണം സമ്പാദിക്കാൻ പോകുന്നത് നോക്കടാ. ഹായ് ഗായ്സ്, നിങ്ങൾ എല്ലാവരും ചാരിയറ്റ് റേസിൽ മത്സരിക്കാൻ പോവുകയാണോ? ഏയ് അതൊന്നുമില്ല. എന്തിനാ ചോദിക്കുന്നേ? വെറുതെ ചോദിച്ചതാ, ഒന്നുമില്ല. ഞാൻ നിങ്ങളൊക്കെ ചാരിയറ്റ് റേസിൽ മത്സരിക്കാൻ പോവെന്ന് വിചാരിച്ചതാ. ആക്ച്വലി എന്റെ ഈ ഹോഴ്സ് 10 years ആയിട്ട് ചാരിയറ്റ് റേസിൽ മത്സരിക്കുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ വർഷവും ഇവനാണ് വിന്നർ. ഞാൻ ഇതിനെ വിൽക്കാനുള്ള ഐഡിയയിലായിരുന്നു. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? We are from ഫുർഫുറിനഗർ. എന്നെ കൊണ്ട് ഈ റേസിൽ മത്സരിക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ല. അതുകൊണ്ടാണ് ഈ അഡ്വാൻസ് ചാരിയറ്റ് റേസിൽ മത്സരിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഞാൻ എന്റെ കുതിരനെ വിൽക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ എടോ അതെന്താടോ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് എന്തിനാ കരുതുന്നത്? എന്തെന്ന് വെച്ചാൽ ഇത് റോമിന്റെ പണക്കാരും ധൈര്യമുള്ളവരും കളിക്കുന്ന കളിയാണ്. ഫുർഫുറിന്ന പട്ടിക്കാട്ടിന്ന് വന്നവർക്കൊക്കെ ഇതിനെ കുറിച്ച് എന്തറിയാം? ഓക്കെ ബൈ, സീ യു ഫുർഫുറി. നിക്കേ, നീ ഇങ്ങനെ ഫുർഫുറി നഗരത്തിലുള്ളവരെ കളിയാക്കിട്ട് പോയാ അതെങ്ങനെ ശരിയാവും? പറയണോ? ഹോസിന് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ മത്സരത്തിൽ ജയിച്ചു കാണിക്കാം. തരൂ, ഹോസിന് ഞാൻ മേടിച്ചോളാം. 3000 യൂറോ. ഇന്നാ നീ ചോദിച്ച കാശ്. വേണ്ട മോട്ടോ, നിക്ക്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇന്ന് ഫുർഫുറി നഗരത്തിലെ ജനങ്ങളുടെ അഭിമാനത്തെയാണ് ഇവൻ ചോദ്യം ചെയ്തത്. ഈ ഹോർസ് ഇനി നിനക്ക് സ്വന്തം. ഫുർഫുറി നഗറിന് വേണ്ടിയല്ലെങ്കിലും ഞാൻ വളർത്തിയ ഈ കുതിരയുടെ മാനം കാക്കാൻ വേണ്ടിയെങ്കിലും ഈ റേസിൽ ജയിക്കാൻ നോക്ക്. ഹോസ് ജി, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. നമ്മൾ തീർച്ചയായും ഈ റേസിൽ ജയിക്കുന്നതായിരിക്കും. അതിരിക്കട്ടെ, ഈ ചാരിയറ്റ് എവിടെയാ കിട്ടുക? അവിടെ മുന്നിൽ പോയ ചാരിയറ്റിന്റെ ഷോപ്പ് ഉണ്ട്. അവിടെ നിങ്ങക്ക് ചാരിയറ്റ് റെന്റിന് കിട്ടോ. അവിടെ പോയി വാങ്ങിച്ചോളൂ. വരൂ. അല്ല, ഇതെന്താണ്? ഈ കാണുന്നതാണോ ചാരിയറ്റ് റേസ്? ഈ നാട്ടിൽ ചാരിയറ്റ് റേസ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനെയാണ് അഡ്വാൻസ് ചാരിയറ്റ് റേസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ കുതിരയുമായി വന്ന് നിൽക്കുന്നത്? നിങ്ങൾ ഈ കുതിരയും കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണോ? ശരിയാണ് പറഞ്ഞത്. ഇന്ന് ഈ കുതിരയുമായി മത്സരത്തിൽ ഞാൻ ജയിച്ച് കാണിക്കുന്നതാണ്. ബ്രോ, ഇതെന്താ ഇത് ഇങ്ങനെ സംഭവിച്ചത്? എന്താ മോട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്? മോട്ടോർ ബൈക്കുകളുടെ ഇടയിൽ ഈ കുതിര എങ്ങനെ റേസ് ജയിക്കാനാ? നമ്മൾ ജയിക്കും, തീർച്ചയായും ജയിക്കും. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനത്തിൽ നിന്നും മാറാറില്ല. വരൂ പത്ലു. ശരി മോട്ടോ. എന്തിനാണോ നീ ചാട്ടവാറ കൊണ്ട് തല്ലുന്നത്? നിന്റെ മുമ്പിലുള്ളത് ഒരു റോബോട്ട് അല്ലേ? ഈ ചാട്ടവാറ കൊണ്ട് അടിച്ചാലേ അതിന്റെ ബാറ്ററി ചാർജ് ആകത്തുള്ളൂ. ഇത് അതിന്റെ ചാർജർ ആണ്. നീ അടുത്ത് വന്നാൽ നിന്നെയും ഞാൻ ചാർജ് ചെയ്യും. എന്താ മോട്ടോ ഇത്? ഇപ്പോൾ നമ്മളൊരു വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. ഒരു കുതിരയ്ക്ക് ആ മോട്ടോർ ബൈക്കിന്റെ കൂടെ ഓടാൻ പറ്റില്ല. ചേട്ടാ, ഈ റേസിൽ നമ്മൾ ജയിച്ചാലുണ്ടല്ലോ, ദേ അങ്ങോട്ട് നോക്ക്. നിനക്കും അതുപോലെ ഒരു സ്റ്റാച്യു വെച്ച് തരും. നോക്ക് നോക്ക്. അങ്ങനെ തന്നെ. വേമ്പോ.
രക്ഷിക്കണേ! എന്റെ പുറകില് വരുന്നവനെ നിൽക്കൂ. മോട്ടു! മോട്ടു! എന്റെ ഹോസ് ചേട്ടാ, എന്താ നിങ്ങൾ സ്ലോ ആക്കി കളഞ്ഞത്? ഹോഴ്സ് പവർ ഉണ്ടായാലേ വേഗം പോവാൻ പറ്റുള്ളൂ. പവർ ഒട്ടുമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഓടാൻ സാധിക്കും? സംസാരിക്കുന്നു, ഈ കുതിര സംസാരിക്കുന്നു. നീ എങ്ങനെയാ സംസാരിച്ചത്? ജീവൻ പോകുന്ന സമയത്തെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ ഹോഴ്സ് പവർ ഇപ്പോ ഓവർ. ഹോഴ്സ് പവർ കൂട്ടാനാണെങ്കിൽ ഇതാ കഴിക്കൂ, ഈ കടല കഴിക്കൂ. ഇത് കൊണ്ട് ഹോഴ്സ് പവർ നന്നായിട്ട് കൂടും. ഓ! പോട്ടെ. ഇനി ഈ ലോകത്തുള്ള ഏത് ശക്തിയെ കൊണ്ടും എന്നെ ഓടിപ്പിക്കാൻ സാധിക്കില്ല. എന്റെ അമ്മോ! ഹോസ് ചേട്ടാ, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ റേസിൽ ജയിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ കുട്ടികൾക്ക് എന്നും തല ഉയർത്തി നടക്കാമല്ലോ. ഇപ്പൊ ഓടുന്നത് കണ്ടോ? മുറുകെ പിടിച്ചോളൂ. വെരി ഗുഡ്. പാരമ്പര്യമായ മര്യാദയാണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ശരി, എന്നെ കൊണ്ട് ഇനി ഓടാൻ സാധിക്കില്ല. എടോ, എഴുന്നേറ്റ് ഓടാൻ. എന്റെ സ്ഥാനത്ത് നീ വന്ന് നിന്നതല്ലേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. മോട്ടോ, ഇത് ഒട്ടും തന്നെ ശരിയല്ല. നോക്കൂ, ഈ റേസിൽ എല്ലാം തന്നെ അലൗഡാണ്. റോബോട്ട് പോലും ഓടിക്കുന്നുണ്ട്, മോട്ടോർ സൈക്കിൾ കൊണ്ടും ഓടിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇനി നിന്നെ വെച്ച് ഓടിക്കാൻ പോവാണ്. പത്തിലു, എന്നെ വെച്ച് നീ എങ്ങനെയാണ് ഓടിക്കുക? വെറും വയറ്റിൽ ഒരിക്കലും എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പറഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ പറയൂ. ഐഡിയ ഇതാ, സമോസ കഴിക്കൂ, എന്നിട്ട് തുടങ്ങിക്കോളൂ. ഹോസ് ചേട്ടാ, നിങ്ങൾ കുറെ നേരമായി ഓടുമല്ലേ? ഇനി കുറച്ചു നേരം ഞാൻ ഓടാം. കുതിര ഓടിയത് മതി, ഇനി ഞാൻ ഓടുന്നത് കണ്ടോളൂ. ഇത് കണ്ടോ? ഞാൻ ഇതുപോലത്തെ റേസ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇത് ചീറ്റിംഗ് ആണല്ലോ. എന്നാലും ഞങ്ങൾ ഒരിക്കലും തോറ്റു തരില്ല. സബാഷ് മോട്ടു! മോട്ടോ, Motu is the real winner. അത് നോക്കി, അവരങ്ങോട്ടേക്ക് ഓടി പോകുന്ന കണ്ടില്ലേ? അവരാണ് എന്നെ നിർബന്ധിച്ച് റേസിലേക്ക് പിടിച്ചു വിട്ടത്. ഞാനൊരു റേസ് കുതിര പോലും അല്ല. മോട്ടോ, വേഗം വാ. അവര് നമ്മളിപ്പോ തോപ്പിക്കാൻ നോക്കി. ഇനി നമുക്ക് അവരെ പോയി പിടിക്കാം. വേഗം വരും. ആരും അറിയാണ്ട് അവരെ ഓടി എസ്കേപ്പ് ആവുന്നത് കണ്ടോ? എങ്ങോട്ടാ എസ്കേപ്പ് ആവുന്നത്? സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. പക്ഷെ നിന്നെ ഞാൻ ഇനി വെറുതെ വിടാൻ പോകുന്നില്ല ജോണേ. എന്നെ വിട്ടേക്ക് പ്ലീസ്. അയാളെ എന്റെ അടുത്തേക്ക് വിട്ടേക്കൂ. ഇവൻ കാരണമാണ് റേസിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓടിയത്. എങ്ങോട്ടാ ഓടുന്നേ? നിക്ക്. വേണ്ട വിട്ടേക്ക്.
Watch India's largest kids library only on Jio Hotstar. Download the app now.